സുഹൃത്തുക്കളെ, ഇടതുപക്ഷം നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധിയാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തുന്നത്. അസ്തിത്വ പ്രതിസന്ധിക്ക് കാരണം ഇടതുപക്ഷ നയങ്ങൾ തന്നെയാണ്. അതായത് പ്രധാനപ്പെട്ട ഇടതുപക്ഷ നയങ്ങൾ എല്ലാം വൈരുദ്ധ്യാത്മകത സൃഷ്ടിക്കുന്നതാണ്. മാർസിയൻ വിശകലനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമീപനം മാർക്സ് വ്യക്തമാക്കിയത് ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളിലും എല്ലാ പ്രതിഭാസങ്ങളിലും എല്ലാം തന്നെ വൈരുദ്ധ്യാത്മകതയുണ്ട്. അതായത് വിപരീതങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ് എന്നതാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പരിപാടികൾ രണ്ടിലും വൈരുദ്ധ്യാത്മകത വളരെ കൂടിയ അളവിലാണ്. രണ്ട് പരിപാടികളാണ് പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുക. രണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുക. ഈ രണ്ട് പരിപാടികളിലും വൈരുദ്ധ്യാത്മകത വളരെ ശക്തമാണ് എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അസ്തിത്വ ക്രൈസിസിന്, പ്രതിസന്ധിക്ക് കാരണമാക്കുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ന്യൂനപക്ഷ വർഗീയതയുടെ പ്രീണനമായിട്ട് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ ഒരു ഭാഗം നഷ്ടപ്പെടും. എന്നാൽ ആ നഷ്ടം നികത്തുന്നതും അതിലധികമായിട്ട് വോട്ട് ന്യൂനപക്ഷം നൽകേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ പ്രത്യേക ന്യൂനപക്ഷങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റ് വിരോധം ആണ് അവരുടെ മുഖമുദ്ര. അതുകൊണ്ട് തങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി വോട്ട് നഷ്ടപ്പെടുത്തി നയം കൈക്കൊള്ളുന്നു എന്ന് പരിഗണിക്കാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായി വോട്ട് ചെയ്യുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ കാണുന്നത്. എന്ന് മാത്രമല്ല, അടുത്ത കാലത്തായിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ പോരിനായിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ വന്നപ്പോൾ രണ്ടു കൂട്ടരുടെയും പോര് താൽക്കാലിക വെടിനിർത്തൽ നടത്തിക്കൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ ചെയ്യുവാൻ രണ്ടുപേരും കൂടെ യോജിച്ചു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ പരിപാടി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാമൂഹ്യക്ഷേമവും അതിന് ഊന്നൽ നൽകുകയാണ്. ഇതും കമ്മ്യൂണിസ്റ്റ് നയമാണ്. ഇവിടെയും വൈരുദ്ധ്യാത്മകത വളരെ വ്യക്തമാണ്. ഈ പരിപാടികളുടെയൊക്കെ ഫലമായിട്ട് അടിയാന്മാരെ ഇല്ലാതായിരിക്കുന്നു, അനുസരണമുള്ള തൊഴിലാളികൾ നഷ്ടമായിരിക്കുന്നു, ഭൃത്യവർഗം നഷ്ടമായിരിക്കുന്നു എന്നുള്ള കാരണം മൂലം ഉപരിവർഗം അങ്ങേയറ്റം അമർഷത്തിലാണ്. ഉപരിവർഗത്തിൻ്റെ അമർഷത്തേക്കാൾ കൂടുതൽ മധ്യവർഗവും ഈ കാര്യങ്ങളിൽ അമർഷമാണ് ഇടതുപക്ഷത്തോട്. എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മധ്യവർഗത്തിൻ്റെ അമർഷം വോട്ടുകൾ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കുന്ന ആളുകൾ മുഴുവൻ വോട്ട് ചെയ്താൽ ഈ നഷ്ടം നികത്തുവാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ നേരിട്ട് നേട്ടമുണ്ടാക്കുന്ന ജനവിഭാഗങ്ങളും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അവരുടെ വോട്ട് നൽകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രതിഭാസം. ഇതെല്ലാം ഈ വൈരുദ്ധ്യാത്മകതയിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യമാണ്, പുതിയ പ്രതിഭാസം അല്ല. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ
തങ്ങൾക്കത് പോരാ 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 എന്നുള്ള ചിന്തയാണ് ഒരു ഭാഗത്ത്. അതുകൊണ്ട് തൃപ്തരല്ല. കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്തോറും അതൃപ്തി വർദ്ധിച്ചു വരുന്നു. അങ്ങനെ വോട്ട് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന്, ഈ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ അവർ ഉപരിവർഗ മനോഭാവത്തിലേക്ക് മാറുന്നു. ഉപരിവർഗ മനോഭാവത്തിലേക്ക് മാറുമ്പോൾ അവരുടെയും വോട്ടുകൾ നഷ്ടമാകുന്നു. ഇത് വളരെ പണ്ട് തന്നെ വളരെ വ്യക്തമായതാണ്. അതായത് ഭൂപരിഷ്കരണത്തിൻ്റെ ഫലമായിട്ട് ഭൂമി ലഭിച്ച ധാരാളം ആളുകൾ, കൂടുതൽ ഭൂമി ലഭിച്ചത് കുട്ടനാട്ടിലും പാലക്കാട്ടുമായിരുന്നു. ആ രണ്ട് പ്രദേശങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലങ്ങളുമായിരുന്നു. പക്ഷേ ഭൂമി സ്വന്തമായി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലും കമ്മ്യൂണിസത്തിൻ്റെ വേര് പൂർണ്ണമായിട്ടും അറ്റുകഴിഞ്ഞു എന്നുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഠിച്ച ഒരു പാഠമാണ്. പക്ഷേ എങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇവിടെ പരാമർശിച്ച രണ്ട് തരം പരിപാടികളും ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുക എന്നുള്ളതും ദാരിദ്ര്യ നിർമ്മാർജ്ജന ക്ഷേമപ്രവർത്തനങ്ങളെയൊക്കെ ഊന്നൽ കൊടുക്കുക എന്നുള്ളതും ഇടതുപക്ഷത്തിന് തുടർന്നേ മതിയാകുകയുള്ളൂ. കാരണം അത് ഇല്ല എങ്കിൽ ഇടതുപക്ഷമല്ല. അതിൽ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം വലതുപക്ഷമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പരിപാടികൾ തുടർന്നേ മതിയാകത്തുള്ളൂ ഇടതുപക്ഷത്തിന്. അതേസമയം ഈ പരിപാടികൾ തുടരും തോറും വൈരുദ്ധ്യാത്മികതയുടെ ഫലമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. ഇതാണ് അസ്തിത്വപരമായ പ്രതിസന്ധി. ഈ അസ്തിത്വപരമായ പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടുവാൻ കഴിയില്ല. പിന്നെ എന്താണ് വേണ്ടത്? ഇങ്ങനെ വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ മറ്റു തരത്തിൽ വോട്ടുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്നത്, ചെയ്യേണ്ടത്. മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒന്ന്, തിരുവനന്തപുരം മേയർ ഒരു പാവം ട്രാൻസ്പോർട്ട് ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു നിർത്തി അയാളുടെ ജോലി കളഞ്ഞു, അയാളുടെ പേരിൽ കേസ് ചുമത്തി. ഈ ഒരു സംഭവം, അതിൻ്റെ കാരണം ആ മേയറുടെ പ്രായത്തിൻ്റെയും പക്വതയുടെയും കുറവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കും. അതേസമയം ആ പ്രവൃത്തിയെ, അത്തരം പ്രവൃത്തികൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവൃത്തിയെ ക്കെതിരെ ശാസന നൽകുന്നതിന് പകരം അതിനെ പൂർണ്ണമായിട്ടും അനുകൂലിച്ചുകൊണ്ട് മേയറുടെ അത്തരം ധിക്കാരപരമായ പ്രവർത്തനത്തെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഔദ്യോഗികമായിട്ട് പാർട്ടിയിൽ നിന്നുണ്ടായത്. ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തകർ നേതൃത്വത്തിൽ നിന്നും ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തുമാത്രം വോട്ടുകൾ ഇപ്രാവശ്യം നഷ്ടപ്പെടുത്തി എന്നുള്ളത് കണക്കാക്കാൻ കഴിയുകയില്ല. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഇനിയും മന്ത്രിസഭയുടെ കാലാവധി 4 മാസമേ ഉള്ളൂ. എങ്കിലും മുഖ്യമന്ത്രിക്ക് പുതുതായി ഒരു കാറ് വാങ്ങിക്കുവാൻ 1.25 കോടി രൂപ അനുവദിച്ചു എന്നുള്ള റിപ്പോർട്ട്, ശരിയോ തെറ്റോ, പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നു. ഇത് ചെറിയൊരു കാര്യമാണ്. പക്ഷേ ഇത് ഓരോ വാർഡുകളിലും 3-4 വോട്ടെങ്കിലും കുറയ്ക്കുവാൻ ഇടയാക്കി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുപോലെ പല കാര്യങ്ങളും പറയാം. ഒരു കാര്യം കൂടെ പറയാം. ADGPയെ സംബന്ധിച്ചുള്ള പരാതി, ആ പരാതിയുടെ സ്വഭാവം, അതിനോട് സർക്കാർ കാണിച്ച സമീപനം, അത് ധാരാളം ആളുകളെ, അവരുടെ വോട്ടുകൾ, ഇടതുപക്ഷത്തിന് കൊടുത്തുകൊണ്ടിരുന്ന വോട്ടുകൾ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയമില്ല. ഇതുപോലെ ഉള്ള ധാരാളം സംഭവങ്ങളും സമീപനങ്ങളും പല തലങ്ങളിൽ, താഴെ മുതൽ മുകളിൽ വരെയുള്ള തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അസ്തിത്വപരമായ പ്രശ്നങ്ങൾ, അസ്തിത്വ പ്രതിസന്ധി മൂലം നഷ്ടപ്പെടുന്ന വോട്ടുകൾക്ക് പകരം
വോട്ടുകൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ഇടതുപക്ഷത്തിന് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇടതുപക്ഷ പരിപാടികൾ അതെല്ലാം തന്നെ വൈരുദ്ധ്യാത്മക സ്വഭാവം ഉള്ളതായതുകൊണ്ട് ആ പരിപാടികൾക്ക് വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയെങ്കിൽ മാത്രമേ ഇടതുപക്ഷം അതിൻ്റെ അസ്തിത്വ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.